ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ബാങ്ക് എക്സാം അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് IBPS നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. IBPS വിജ്ഞാപനം വന്നിരിക്കുകയാണ്. ബാങ്കുകളിൽ 10,277 ക്ലർക്കിന്റെ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. IBPS ക്ലർക്ക് സെലക്ഷൻ പ്രോസസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇപ്രാവശ്യം എത്ര വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? 10,277 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിലും അവസരമുണ്ട്, കേരളത്തിലും വാക്കൻസീസ് ഉണ്ട്. യോഗ്യത എന്താണ്, അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ ഏത് ദിവസം വരെയാണ്, എക്സാം പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, ഏതൊക്കെ ബാങ്കുകളിലാണ് നിയമനം നടത്തുന്നുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. A to Z കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം 330 വാക്കൻസീസ് ആണ് കേരളത്തിലെ 10,277 വാക്കൻസീസിൽ 330 വാക്കൻസീസും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എലിജിബിലിറ്റി എന്താണ്? ഗ്രാജുവേഷൻ ആണ് കേട്ടോ. ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ടിൽ ഓഗസ്റ്റ് 21. അപ്പോൾ ഓഗസ്റ്റ് 21 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.ibps.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. This is the 15th common written examination conducted by IBPS for the recruitment of clerical post in പബ്ലിക് സെക്ടർ ബാങ്ക് അഥവാ പൊതുമേഖലാ ബാങ്കുകളില് ക്ലറിക്കൽ കേഡറിലെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികകൾ നിയമനത്തിനായിട്ട് IBPS അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന പൊതു എഴുത്ത് പരീക്ഷയ്ക്ക് ഓഗസ്റ്റ് 21 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ പൊതുമേഖലാ ബാങ്കുകളായിട്ട് നിലവിൽ എത്ര വേക്കൻസീസാ പറഞ്ഞത്? 10,277 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഉയർന്നേക്കാം എന്നുള്ളത്, അതായത് വാക്കൻസീസിന്റെ കണക്ക് ഇനിയും ഉയർന്നേക്കാം എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തില് 330 വാക്കൻസീസ് ഉണ്ട്. പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലറിക്കൽ തസ്തികകളിലേക്ക് IBPS നടത്തുന്ന 15ാമത്തെ പൊതു എഴുത്തു പരീക്ഷയാണ് ഇത്. ഓക്കെ, ഈ പരീക്ഷ എഴുതിയവരെ മാത്രമാണ് IBPS ഉൾപ്പെട്ട ബാങ്കുകളിൽ അടുത്ത സാമ്പത്തിക വർഷം അഥവാ 2026-27 ക്ലർക്ക് നിയമനങ്ങൾക്ക് പരിഗണിക്കൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്കുകൾ ഒന്നിലേക്ക് അലോട്ട് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിന് ബാധകമായ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയിരിക്കണം എന്നുള്ളതും നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. സോ 10,277 വാക്കൻസീസ്, അതിൽ 330 കേരളത്തിലാണ്. എലിജിബിലിറ്റി ഗ്രാജുവേഷൻ ആണ്. ഓഗസ്റ്റ് 21 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് 15ാമത്തെ കോമൺ റിട്ടൺ എക്സാം ആണ്. പോസ്റ്റ് എന്ന് പറയുന്നത് ക്ലറിക്കൽ പോസ്റ്റ് ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.ibps.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 24,050 to 64,480 രൂപ വരെയാണ് സാലറി സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ്, ക്വാളിഫിക്കേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിഗ്രി ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ അതിന്റെ ഇക്വാലൻസി ആണ് പറയുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഓർ ഇക്വാലന്റ് വിത്ത് സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഓർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഏജ് ലിമിറ്റ് 20 to 28 വയസ്സ്, അതായത് മിനിമം 20 മാക്സിമം 28 വയസ്സ് വരെയാണ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ 20 വയസ്സുള്ളവർക്ക് മാത്രമാണല്ലോ. നമുക്കറിയാം ഡിഗ്രി കഴിയുമ്പോൾ ആ ഏജ് ആവും അല്ലെ. അപ്പൊ മിനിമം ഏജ് എന്ന് പറയുന്നത് 20 വയസ്സാണ്. യോഗ്യതയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ അതിന്റെ ഇക്വാലൻസി ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഹൈസ്കൂൾ, കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണെന്നുള്ള കാര്യമാണ്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷാ പരിജ്ഞാനം, അതായത് എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയണം എന്നുള്ളത് ശ്രദ്ധിക്കുക. 2025 ഓഗസ്റ്റ് 21 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും യോഗ്യത കണക്കാക്കുക. അപ്പോൾ മേൽപ്പറഞ്ഞ സിവിൽ എക്സാം യോഗ്യത ഇല്ലാത്ത വിമുക്ത ഭടന്മാർ തത്തുല്യ യോഗ്യത വിവരങ്ങൾക്ക് വിജ്ഞാപനം നോക്കിയാൽ മതിയാകും കേട്ടോ. ഇനി പ്രായം നമ്മൾ പറഞ്ഞു 2025 ഓഗസ്റ്റ് 1 20 to 28 വയസ്സാണ് പ്രായം എന്ന് പറയുന്നത്. റിലാക്സേഷൻ ഉണ്ട്. പട്ടികവിഭാഗക്കാർക്ക് 5ഉം OBCക്ക് 3ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവുകൾ ഉണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും ഇളവുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. റിലാക്സേഷൻ ഓഫ്
5 years of scheduled caste, 3 years for OBC, 10 years for differently abled and relaxation for ex-serviceman എന്നുള്ളതാണ്. പിന്നെ എക്സാം എന്ന് പറയുന്നത് ഇതിന്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സ്റ്റേജ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇറ്റ് ഇസ് എ 2-stage ഓൺലൈൻ എക്സാമിനേഷൻ. IBPS എക്സാം പാറ്റേണിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ പറഞ്ഞു പ്രിലിംസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും മെയിൻസും ഉണ്ടായിരിക്കും. ദ പ്രിലിമിനറി എക്സാം ആസസ് കാൻഡിഡേറ്റ്സ് ഓൺ ഇംഗ്ലീഷ്, റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ 3 അതിലുള്ളത്. പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെയാണ് 2 ഘട്ടങ്ങളായിട്ടാണ് ഓൺലൈൻ പരീക്ഷ ഉണ്ടായിരിക്കുക അല്ലെ. ഈ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഒക്ടോബറിലായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി എന്നീ വിഷയങ്ങളെ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് ഇത് പ്രിലിമിനറി എന്ന് പറയുന്നത്. മെയിൻ പരീക്ഷ നവംബറിലായിരിക്കും നടക്കുക. കേരളത്തിലും ലക്ഷദ്വീപിലുള്ളവർക്കും പരീക്ഷാ മാധ്യമമായിട്ട് മലയാളം തിരഞ്ഞെടുക്കാവുന്നതാണ്. 2നും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മെയിൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. മാർച്ചിലായിരിക്കും അലോട്ട്മെന്റ്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് IBPS പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എക്സാം നടക്കുന്നത്, എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് ഉള്ളത്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ മെയിൻ എക്സാം എക്സ്പാൻഡ്സ് ഓൺ ദീസ് സെക്ഷൻസ് വിത്ത് അഡീഷൻ ഓഫ് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ ആറ്റിറ്റ്യൂഡ്. അതായത് പ്രിലിംസിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് റീസണിംഗും ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ മെയിൻസിൽ ഇംഗ്ലീഷ്, റീസണിംഗ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് കൂടാതെ അതിൽ കൂടിയിട്ട് എന്തുണ്ട്, ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡും ഉള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, both exams include negative marking. 2 എക്സാമിനും എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 2 എക്സാം നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ പരീക്ഷയെ കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത്, പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷയായിരിക്കും. ഇനി പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിലായിരിക്കും നടത്തുക. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി എന്നീ വിഷയങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് ഇത് പ്രിലിംസ് എന്ന് പറയുന്നത്. മെയിൻ പരീക്ഷ നവംബറിലായിരിക്കും നടക്കുക. കേരളത്തിലും ലക്ഷദ്വീപിലുള്ളവർക്കും പരീക്ഷാ മാധ്യമമായിട്ട് ഏത് ഭാഷയായിരിക്കും, മലയാളമാണ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുക. 2നും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊന്നുമില്ല, ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. മെയിൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. മാർച്ചില് അലോട്ട്മെന്റ് ആരംഭിക്കും എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിന്റെ പ്രിലിംസിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് നോക്കാം. പ്രിലിംസിലെ IBPS ക്ലർക്ക് പ്രിലിമിനറി എക്സാം പാറ്റേണിന്റെ സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിംഗ് എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടോട്ടൽ മാർക്സ് 100 ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 100 ആണ്. ഡ്യൂറേഷൻ എന്താണ്, 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 100 മിനിറ്റ് സമയമില്ല, 60 മിനിറ്റ് മാത്രമാണ് സമയമുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് 20 20 20 അതായത് സെക്ഷൻസ് അല്ലെ. അപ്പൊ 60 മിനിറ്റ് ആയല്ലോ. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20 മിനിറ്റ്, റീസണിംഗ് എബിലിറ്റിക്ക് 20 മിനിറ്റ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ്. അങ്ങനെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 മിനിറ്റ് 20 മിനിറ്റ് 20 മിനിറ്റ്, ടോട്ടൽ 60 മിനിറ്റ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഉണ്ട്. നെഗറ്റീവ് മാർക്ക് 0.25 മാർക്സ് ഡിഡക്റ്റഡ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. ഓരോ ആൻസർ തെറ്റുമ്പോഴും 0.25 മാർക്സ് ആണ് മക്കളെ ഡിഡക്റ്റ് ആവുന്നത്. The marks obtained in the prelims exam are not counted towards the final merit list. എനിക്ക് പ്രിലിംസിന് നല്ല മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് പ്രിലിംസ് നമ്മൾ പാസ്സാകണം, അതുകൊണ്ട് മാർക്ക് കുറവ് വാങ്ങണം എന്നല്ല പറയുന്നത്. ഓക്കെ, പ്രിലിംസ് പാസ്സാകണം. പ്രിലിംസ് പാസ്സായാലും ആ മാർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യില്ല. അത് നമ്മൾ മെയിൻസ് നോക്കിയിട്ടായിരിക്കും, ഇന്റർവ്യൂ മെയിൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അത് ആഡ് ചെയ്യുക കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ 100 മാർക്ക് 100 ചോദ്യങ്ങൾ 100 മാർക്ക്, 60 മിനിറ്റ്, 3 ടോപ്പിക്, ഓരോ ടോപ്പിക്കിനും 20 മിനിറ്റ്, നെഗറ്റീവ് മാർക്ക് 0.25. അപ്പോൾ പ്രിലിംസിനെ കുറിച്ച് IBPS ക്ലർക്സ് മെയിൻ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ സെക്ഷൻസ് ആണ്, ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പ്രിലിംസിലുള്ള ടോപ്പിക്സ് പ്ലസ് 2 ടോപ്പിക്സ് കൂടുതലാണ് അല്ലെ. ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സും അതുപോലെ തന്നെ ഏതാണ് കൂടിയിട്ടുള്ളത്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡും കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിലെ സമയം എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സ് 200 ആണ്. അപ്പൊ അതിൽ 100 പോലെയല്ല, ഇതിൽ 200. പിന്നെന്താണ്, ഡ്യൂറേഷൻ 160 മിനിറ്റ് ആണ്. 2 hours and 40 minutes ആണ് പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്നാണ്
0.25 മാർക്സ്. അത് പ്രിലിംസ് പോലെ തന്നെയാണ് നെഗറ്റീവ് മാർക്കും പറഞ്ഞിട്ടുള്ളത്. ദ മെയിൻ എക്സാം സ്കോർ ഇസ് കൺസിഡർ ഫോർ ദ ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷന് അപ്പൊ നമ്മൾ പറഞ്ഞു പ്രിലിംസിന്റെ മാർക്ക് ഫൈനൽ സെലക്ഷൻ ആഡ് ചെയ്യില്ല. പക്ഷെ പ്രിലിംസ് ക്ലിയർ ചെയ്താലേ നമുക്ക് മെയിൻസ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ക്ലിയർ ചെയ്യണം പ്രിലിംസ്. എന്നാൽ മെയിൻസിന്റെ മാർക്ക് എക്സാം സ്കോർ വിൽ ബി കൺസിഡർഡ് ഫോർ ദ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ കാര്യം ശ്രദ്ധിക്കാം. ടോട്ടൽ മാർക്സ് 200 ആണ്. ഏതൊക്കെ സെക്ഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് എബിലിറ്റി, computer aptitude, quantity aptitude. Total marks 200, duration 160 minutes, that is 2 hours 40 minutes. Negative marking 0.25 marks are deducted for each incorrect answer. The main exam score is considered for the final selection എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. So this is the exam pattern of IBPS clerks mains. Okay. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിയമനം 11 ബാങ്കുകളിലൂടെയാണ് അല്ലെ. അത് ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക് അല്ലെ, യൂണിയൻ ബാങ്ക് തുടങ്ങിയിട്ട് ഈ 11 ബാങ്കുകളിലൂടെ ആയിരിക്കും നിയമനം നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് എന്താണ്? ദ എക്സാം വിൽ ബി ഹെൽഡ് ഇൻ നവംബർ. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, എക്സാം എപ്പോഴാണ് നടക്കാനായിട്ട് പോകുന്നത്? നവംബറിൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അലോട്ട്മെന്റ് വിൽ ബി സ്റ്റാർട്ട് ഇൻ മാർച്ച്. അലോട്ട്മെന്റ് മാർച്ചിൽ, അതായത് പ്രിലിംസ് നടക്കുന്നത് ഒക്ടോബറിലാണ്, മെയിൻസ് ആണ് നവംബറിൽ. ഒക്ടോബറിൽ പ്രിലിംസ് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണല്ലോ ഓൺലൈൻ പരീക്ഷ ഉണ്ടാവുക. അതില് പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിൽ നടത്തും. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി എന്നീ വിഷയങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് ഈ പ്രിലിംസ് എന്ന് പറയുന്നത്. ഒക്ടോബറിലാണ് നടക്കുന്നത്. മെയിൻ പരീക്ഷ നവംബറിലാണ് നടക്കുന്നത്. അലോട്ട്മെന്റ് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി എക്സാം സെന്റേഴ്സ് ഏതൊക്കെയാണ്? പ്രിലിമിനറി എക്സാമിനേഷൻ സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയവിടെയൊക്കെയാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉള്ളത് കേട്ടോ. കേരളത്തില് കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളാണ് പ്രിലിമിനറി പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത്. സ്റ്റേറ്റ് കോഡ് എന്ന് പറയുന്നത് 27 ആണ്. ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഫീസ് 850 രൂപയാണ്. പട്ടികവിഭാഗം, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർക്ക് 175 രൂപ മതിയായിരിക്കും. ഓൺലൈൻ ആയിട്ട് തന്നെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ ആയിട്ട് തന്നെ ഫീസ് അടയ്ക്കണം. അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.ibbs.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പൊ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എപ്പോഴാണ്? നവംബറിൽ അല്ലെ. പ്രിലിംസ് ഒക്ടോബറിൽ നടത്തും. അതുപോലെ തന്നെ മെയിൻ പരീക്ഷ നവംബറിലാണ് നടത്താൻ പോകുന്നത്. അലോട്ട്മെന്റ് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. മാർച്ചിൽ അലോട്ട്മെന്റ് ആരംഭിക്കുന്നതാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ സെന്റേഴ്സ് കണ്ണൂര്, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉള്ളത്. ഫീസ് എന്ന് പറയുന്നത് 850 രൂപയാണ്. ആൻഡ് 175 rupees for scheduled caste, ex-serviceman and differently able. Fee can be paid online. For more details, contact www.ibbs.in. Okay. അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞത്? IBPS നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 10,277 വാക്കൻസീസ്, അതിൽ 330 വാക്കൻസീസും എവിടെയാണ്? കേരളത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എലിജിബിലിറ്റി ഗ്രാജുവേഷൻ ആണ്. ആ കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്, ലാംഗ്വേജസ് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ, ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹൈസ്കൂൾ, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓഗസ്റ്റ് 21 വരെയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.ibbs.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇത് 15th കോമൺ റിട്ടൺ എക്സാമിനേഷൻ ആണ്. സാലറി സ്കെയിൽ ഉണ്ട്. എത്രയാണ്? 24,050 രൂപ തൊട്ട് 64,480 രൂപ വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ ബാങ്ക് എക്സാമിന്റെ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയില് 464 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാങ്ക് ഓഫ് ബറോഡയില് വിവിധ വിഭാഗങ്ങളിലായിട്ട് 464 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്.
പ്രൊഫഷണൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗങ്ങളിലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരം ഉണ്ടായിരിക്കുക. റെഗുലർ വിഭാഗത്തിൽ 125 ഒഴിവുകളാണുള്ളത്. കരാർ വിഭാഗത്തിൽ 339 വാക്കൻസീസ് ഉണ്ട്. വ്യത്യസ്ത വിജ്ഞാപനങ്ങൾ വരുന്നത് ഓഗസ്റ്റ് 19 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ MSME സെയിൽസ് തസ്തികയിൽ മാത്രം 300 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 464 ഒഴിവുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ റെഗുലർ വിഭാഗത്തിൽ 125 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരാർ വിഭാഗത്തിൽ 339 ഒഴിവുകളാണ് ഉള്ളത്. ഓഗസ്റ്റ് 19 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ എന്താണ് അസിസ്റ്റന്റ് മാനേജർ MSME അതുപോലെ തന്നെ സെയിൽസ് തസ്തികയിൽ മാത്രം 300 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷം ജോലി പരിചയമാണ്. ഡിഗ്രിയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് 2 years എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.bankofbaroda.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.